നേരം വെളുത്തല്ലോ എന്നും വിചാരിച്ചുകൊണ്ട് ഞാനങ്ങ് എണീറ്റു. എന്തായാലും എണീറ്റല്ലേ, എന്നാൽ പല്ല് തേക്കാം. പല്ല് തേക്കാൻ പാട്ട് വേണം, അത് മസ്റ്റാണ്. എന്തായാലും ഉറക്കം പോയില്ലല്ലോ എന്നും പറഞ്ഞ് കോട്ടുവായി ഇട്ടുകൊണ്ട് കിച്ചണിലോട്ട് പോയി ഒരു ചായ ഉണ്ടാക്കാം. നല്ല ചൂട് ചായയും പിന്നെ അനിയത്തിയുടെ അടുത്ത് നിന്നുള്ള ചൂട് ഗോസിപ്സുമായപ്പം ആഹാ, വാട്ട് എ വേ ടു സ്റ്റാർട്ട് എ ഡേ. എന്നാൽ നമുക്ക് തേഴ്സ്ഡേ മാർക്കറ്റിലോട്ട് പോയാലോ. മഴ വരുമെന്ന് പ്രതീക്ഷിച്ചൊരു കുട എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഷൂവിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇത്രയും വലിയ ഷൂ ഒന്നും എനിക്ക് ചേരില്ലെന്ന്. അപ്പം എൻ്റെ കെട്ടിയവൻ പറഞ്ഞു ഇട്ട് നോക്ക്, നന്നായിട്ട് ചേരും എന്നൊക്കെ. ഒരു കോൺഫിഡൻസും ഇല്ലാതെ ഞാൻ ഇട്ടിറങ്ങി. പക്ഷേ ഇപ്പം അതിട്ടുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും നടക്കുന്നത്. കാലാവസ്ഥ അത്ര കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. ഇതാണ് ഇവിടുത്തെ തേഴ്സ്ഡേ മാർക്കറ്റ്. ഇവിടെ പച്ചക്കറികളും ക്ലോത്ത്സും ലൈക്ക് ത്രിഫ്റ്റഡ് ക്ലോത്ത്സ് ആൻഡ് വേറെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല ശുഭമായിട്ട് നമുക്ക് ബീൻസ് വാങ്ങി തന്നെ തുടങ്ങാം. എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സാധനമാണ് ഇത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഇത് നാച്ചുറൽ ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. സോ ബ്യൂട്ടിഫുൾ. വൺ തിങ് അബൌട്ട് തേഴ്സ്ഡേ മാർക്കറ്റ് ഇസ് ദാറ്റ് ഇറ്റ്സ് ഫ്രഷ് ആൻഡ് അത്ര പൈസയാവില്ല സാധനങ്ങൾക്ക്. പിന്നെ അങ്ങനെ നടന്ന് ബാക്കിയുള്ള സാധനങ്ങൾ നോക്കുമ്പം ഇതാ മഴ പെയ്തു. തേഴ്സ്ഡേ അതിരാവിലെ തന്നെ ഈ കടക്കാരൊക്കെ അവർക്ക് വേണ്ടിയ സ്റ്റോൾസ് റെഡിയാക്കും. അപ്പം അങ്ങനെ ഒരു സ്റ്റോളിൽ കയറി നിന്ന് ഞാൻ മഴ നനയാതിരുന്നു. അപ്പുറത്ത് തന്നെയാണ് ബാങ്ക് ഉള്ളത്. എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. ഇത് അമർത്തിയാൽ അവർ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള സിഗ്നൽ തരും. എനിക്ക് ഈ പുള്ളിക്കാരി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയായിരുന്നു. അവരെവിടുന്നായി ഈ ക്ലോത്ത്സ് എടുക്കുന്നതും അവർ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയി. ഇതെല്ലാം യൂഷ്വലി യൂസ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. അത് ആരെങ്കിലുമൊക്കെ വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സാധനമാണ് ഇത്. വർഷങ്ങൾ പഴക്കമുള്ള ക്യാമറയും ഫോണും ഒക്കെ ഇവിടെ ഞാൻ അന്ന് കണ്ടു. പിന്നെ ഞാൻ പോയപ്പോൾ ആ കട ഇവിടെ കണ്ടില്ല കേട്ടോ. ആൻഡ് ഗൈസ്, ദിസ് ഈസ് സോ വിൻറ്റേജ്. ആൻഡ് എനിക്ക് ഈ ഫോൺ ഓർമ്മയുണ്ട്. കാരണം ഇതിനെ നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളൊരു ഫോണാണല്ലോ അത്, അല്ലേ? നോക്കിയ 1100 അല്ലേ? ആൻഡ് മമ്മിയുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഫോൺ ഉണ്ടായിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. മമ്മിയുടെ ഫസ്റ്റ് ഫോൺ വാസ് ദിസ്. ഈ ഫോൺ ഇറങ്ങിയപ്പോൾ എന്ത് ഹൈപ്പായിരുന്നല്ലേ, ആദ്യത്തെ ക്വാർട്ടി കീപാഡ് ഫോൺ. ഐ തിങ്ക് ഇറ്റ് വാസ് നോക്കിയ E21. അത്ര കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഈ ഫോണൊക്കെ എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നല്ലോ ആ സമയത്ത്. ഞാനിപ്പോൾ ആക്ച്വലി അതെങ്ങനെ തുറക്കുന്നതെന്ന് മറന്നുപോയായിരുന്നു. പിന്നാണ് ഞാൻ ആക്ച്വലി അത് ആലോചിച്ചെടുത്തത്. ഇതിങ്ങനെയല്ലല്ലോ, ഇതിങ്ങനെയല്ലേന്ന്. ഒരു ആൻറ്റീക്ക് സാധനങ്ങളുടെ മ്യൂസിയത്തിൽ വന്ന പോലെ എനിക്ക് തോന്നി. ഇതൊരെണ്ണം എൻ്റെ അടുത്ത് ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. കുറച്ച് വെയിൽ വന്നു, ആ വെയിലും ആസ്വദിച്ചുകൊണ്ട് ഐ കണ്ടിന്യൂഡ് മൈ യാത്ര. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പം ഐ ഹാഡ് വിസിറ്റഡ് മിസ്റ്റർ ഷില സന്തോഷ്. ആൻഡ് ആ ചേട്ടൻ്റെ വീട്ടിൽ കുറേ ക്യാമറാസൊക്കെ ഞാൻ കണ്ടായിരുന്നു, പഴയ ക്യാമറാസൊക്കെ. സമയപരിമിതികൾ കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എപ്പോഴേലും നാട്ടിൽ പോവുകയാണെങ്കിൽ പോയി വിസിറ്റ് ചെയ്യുക, നല്ല രസമാണ്. അപ്പം ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് യാത്രയാവുകയാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ആൻഡ് ഇനി നമുക്ക് യൂട്യൂബ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കാമെന്നാണ് എൻ്റെ നിഗമനം. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.